എന്നെ തല്ലല്ല അമ്മാവ ഞാൻ നന്നാവില്ല എന്നൊരു ക്യാരക്ടറാണ്. ദാർഷ്ട്യത്തോടെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അടുത്തൊരു രേണുസുതി ആവുന്നോന്ന് എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് ചേച്ചി. ക്യാമറയിലും പതിയാതെ അതിന്റെ അകത്തവ അല്ലാതെ ഇതൊരു കോമഡി ആയിട്ടോ തമാശയായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. തമാശയായിട്ട് ഫീൽ ചെയ്യും. എങ്ങനെ ഒരു പക്ഷേ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ആ സീസണിൽ വിന്നർ മേ ബി റിയാസ് സലീം ആയിരുമെന്നൊരു. ഇപ്പൊ 7ാമത്തെ സീസൺ ആയിട്ടും ഇന്നും റിയാസ് സലീം ഒരു ചർച്ചാ വിഷയമാണെങ്കിൽ ചേച്ചി നമ്മളെ ബിഗ് ബോസ് സീസൺ ഇപ്പോൾ ഒരു 7 സീസൺ ആയല്ലോ ചേച്ചി. 7 സീസണിൽ ഒരുപാട് മത്സരാർത്ഥികൾ വന്നു, ഒരുപാട് വൈൽഡ് കാർഡ്സ് വന്നു. അതിൽ ചിലർ വിന്നേഴ്സ് ആവുകയും ചെയ്തു. കഴിഞ്ഞ 6 വൈൽഡ് കാർഡും നല്ല കിടിലങ്ങളായിരുന്നു. ഇപ്പോഴത്തെ 5 ബേസ്ഡ് ആണ്. നമുക്ക് തന്നെ അറിയാലോ 5 ബേസ്ഡ് ആണ്. അതിൽ 5-ൽ 2 പോയി. 2 പോയെങ്കിലും ഇനി നിൽക്കുന്ന 3 ആണെങ്കിലും അതും ഒന്നിനുമില്ല. മറ്റേ ഒരു സാബുമോൻ എന്ന് പറയുന്നത് ഇന്നലെ ശരിക്കും കൊടുത്ത സീന് വളരെ നല്ലതാണ്. ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറിഞ്ഞു കൊടുത്തു എന്ന് തന്നെ പറയാം ചേച്ചി. അപ്പൊ ഇന്നത്തെ ബി ഹോട്ടലിൽ നടക്കുകയാണെന്ന് അറിയാലോ. അതിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മൊത്തം ബിഗ് ബോസ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു വൈൽഡ് കാർഡ് ആയിരുന്നു റിയാസ് സലീം. തീർച്ചയായും അതിൽ ആർക്കും ഒരു സംശയം കാണത്തില്ല, പുള്ളിക്കാരനാണ് ഇന്ന് ബി ഹോട്ടലിലെ ഗസ്റ്റ്. ശോഭയും ഷിയാസ് കരീമും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ മൊത്തം സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് ആയിരുന്നു റിയാസ് സലീം. അതിൽ നമുക്ക് ഒരു സംശയവും ഇല്ല. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററും ആയിരുന്നു. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇപ്പൊ മൊത്തത്തിൽ ഈ ബിഗ് ബോസില് മൊത്തം 7 സീസൺ എടുത്തിരുന്നാലും അടിപൊളി മത്സരാർത്ഥികളുടെ മനസ്സിൽ ഓരോ സീൻസ് ഇന്നും ഉണ്ട്, ഓർമ്മയുണ്ട്. കാരണം ഇപ്പം 4ാമത്തെ സീസണിലായിരുന്നു റിയാസ് സലീം മത്സരിക്കുന്നത്. ഇപ്പൊ 7ാമത്തെ സീസൺ ആയിട്ടും ഇന്നും റിയാസ് സലീം ഒരു ചർച്ചാ വിഷയമാണെങ്കിൽ പുള്ളിക്കാരൻ അത്രയ്ക്ക് കണ്ടന്റ് കൊടുത്തു എന്ന് എന്താണെന്നറിയാമോ, നമ്മുടെ കണ്ണുകളിലും മനസ്സിലും തങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും രീതികളും മാനറിസങ്ങളും ഒക്കെയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ചേച്ചി മറ്റേ ഈ ഇതുണ്ടല്ലോ ചേച്ചി, ലക്ഷ്മിയുടെ വേഷം റിയാസ് സലീം ശരി വല്യണ്ണ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സീനുണ്ട്. ദിലുമോളി എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്ന അതൊക്കെ ഭയങ്കര എന്ത് പറയാനായിട്ട് നമ്മൾ മറക്കത്തില്ല. റിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിയെത്തുന്നത് അതൊക്കെയാണ് അല്ലേ. പക്ഷേ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ആ സീസണിൽ വിന്നർ മേ ബി റിയാസ് സലീം ആയിരുമെന്നൊരു ചെറിയൊരു പ്രതീക്ഷയിലെങ്കിലും റണ്ണറപ്പ് എങ്കിലും ആകുമെന്നൊരു പ്രതീക്ഷയാണ്. കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സീസൺ എന്ന് പറയുന്നത് സീസൺ 4 തന്നെയാണ്. കാരണം എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇപ്പോൾ ദിൽഷ ആയിരുന്നാലും, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബ്ലെസ്ലി, റിയാസ് സലീം, ജാസ്മിൻ മൂസ, നിമിഷ, അങ്ങനെ ഇപ്പൊ പറഞ്ഞ അപർണ, ഡെയ്സി, എല്ലാ കണ്ടസ്റ്റൻസും എല്ലാം ഒന്നിനൊന്ന് മിച്ചം. കണ്ടസ്റ്റന്റുകളും നമ്മുടെ മനസ്സിനകത്ത് ഇടം നേടിയവരാണ് തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഈ സീസണിലെ പല മത്സരാർത്ഥികളും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നത് പോലെ ആയിരുന്നു ആ സീസണിൽ. നമുക്ക് ആരെയും കൊള്ളില്ല എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു. ഇപ്പൊ കുട്ടിയാക്കിലായിരുന്നാലും സുചിത്ര ആയിരുന്നാലും എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അതിലേക്ക് മനസ്സിലാവും തോന്നുന്നു. അതായത് സീസൺ 6 വരെയുള്ള കണ്ടസ്റ്റന്റുകളും അവർ തമ്മിൽ അടിവെക്കുമെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഗെയിം കളിക്കുമെങ്കിലും പേഴ്സണലി അവർക്ക് സ്നേഹമുണ്ട്. ഒരു എന്ത് പറയാനായിട്ട് ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അവർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും എത്ര അടി വെച്ചിരുന്നാലും പറയും ഈ മൂസയൊക്കെ ഗംഭീര അടി നടത്തിയതാണ്, റോബിനും എല്ലാവരും. പക്ഷെ അവരെല്ലാം പറയുന്നത് എന്താണ്, നമുക്ക് പുറത്തിറങ്ങിയാൽ കാണണം. പറയുന്നുണ്ട് വലിയ സന്തോഷം തോന്നുന്നു നമുക്ക്. പേഴ്സണലി ആരും അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതോ ഇൻസൾട്ട് ചെയ്യുന്നതോ ഇപ്പൊ സീസൺ 7 അവർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, എല്ലാരെയും എത്രയ്ക്ക് മോശമാക്കി കാണിക്കാമോ, എത്രത്തോളം താഴ്ത്താമോ, താഴ്ത്തി കാണിച്ചാൽ മാത്രമേ ഹീറോ ആകത്തുള്ളൂ എന്നൊരു വിചാരം അത് അവരുടെ ഗെയിം പ്ലാൻ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ അത് ഒരു നല്ല കാര്യമല്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ശോഭ കാണിച്ചപ്പോൾ എനിക്കും ചിരി വന്നു. വേറൊന്നുമല്ല, ഇവരുടെ ഈ എന്താ പറയാ അവർ പറയും ചെയ്തു ഇത് എന്ത് അലപ്പാണ്, ഇപ്പോഴത്തെ മത്സരാർത്ഥികള് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാനോ അതെങ്ങനെ രസകരമാക്കാമെന്നോ ഒന്നും വിചാരിക്കുന്നില്ല. പക്ഷെ മറിച്ച് റിയാസ് സലീമിന്റെ സീസണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ആകാംക്ഷയായിരിക്കും. നമ്മൾ ചിരിച്ചു ഓരോ സീന് ചിലതൊക്കെ ഇവർ കാണിക്കുന്നത്. പക്ഷെ ആരെയും
ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴവരങ്ങനെയല്ല. ഗെയിം എനിക്ക് എൻ്റെത് എൻ്റെ മാത്രം എന്നുള്ള സെൽഫിഷ് ആയിട്ടുള്ള ഒരു കളിയാണ് ഇപ്പൊ കാണുന്നത്. അത്ര എല്ലാ മത്സരാർത്ഥികളും എടുത്തു കഴിഞ്ഞാലും ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ റിയാസ് സലീം എത്തുന്നുണ്ട്. എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇനി ഉണ്ടാവുമല്ലോ. കാരണം അതിനകത്ത് നമ്മുടെ നൂറയും ആദിലയും തമ്മിലുള്ള ഒരു വിഷയം അതിനകത്ത് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയത് ലക്ഷ്മിക്ക് ഇനി പല കുട്ടികളും ഉണ്ടാവും. ആരൊക്കെ വന്നിരുന്നാലും പണ്ട് പറയില്ലേ, ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് ഉറക്കമില്ല എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് ലക്ഷ്മിക്കും അതേപോലെ തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും ഇന്നലെ വന്നിട്ടും നമ്മുടെ ശോഭ പറയുന്നതായിട്ട്, എനിക്കിവിടെ ഇരുന്നിട്ട് അലർജി പൊടി പോയി ജനറൽ മാനേജറിനെ കുളിച്ചിട്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം തിരിച്ചയക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ വരുന്ന ആഴ്ചകളിൽ ഇനി ആരൊക്കെയാണ് ഗസ്റ്റായിട്ട് ഹോട്ടലിൽ എത്തുന്നത്, അല്ലെങ്കിൽ റിയാസ് സലീം ഇന്ന് എത്തുമ്പോൾ ഒരു വമ്പനോളം എന്തായാലും ബിഗ് ബോസിൽ സൃഷ്ടിക്കുന്നതിൽ ഒരു എന്താ നമുക്കൊരു സംശയം ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും അദ്ദേഹത്തിന്റെ സീസണ് വളരെയധികം കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഹൈപ്പിൽ വരുമെങ്കിലും പെട്ടെന്ന് അതൊന്നും അണയും. ചെറുതായിട്ടൊന്ന് മാറി ഇവരിനി ഗെയിമിലോട്ട് ഇറങ്ങിയെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണം, ഞങ്ങൾ അങ്ങനെ മാറാനൊന്നും പോകുന്നില്ല. ഏറ്റവും കൂടുതൽ അവിടെ മോഷണം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നിനുമല്ല, ഫുഡ്. എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ, ഫുഡൊക്കെ ഇങ്ങനെ മോഷ്ടിച്ച് കഴിക്കുമ്പോൾ അതൊരു രസമായിരിക്കാം ഒരു പരിധി വരെ. എന്തും ലാലേട്ടനും പറഞ്ഞു ഒരു പരിധി വരെ ഇപ്പൊ കളിയാക്കുന്നതും മോഷ്ടിക്കുന്നതും കുസൃതി കാണിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു നമ്മളൊരു പരിധിയുണ്ട്, ഒരു ബോർഡർ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണ് അപ്പുറത്തിരിക്കുന്ന വ്യക്തി ഇല്ല. എന്തായാലും നമ്മൾ കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, ഇവ എന്ത് കാണിക്കുന്നു. എന്തായാലും ഒരു കൗതുകമായിരിക്കും ഇവൻ എന്താ ചെയ്യുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഹാളില് മെയിൻ ഇതിൽ അവർ ഓരോ ഇതായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ ഒളിച്ച് ആ റൂമിൽ ചെന്ന് ബാക്കിൽ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വന്തം വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതിൽ കാണിക്കുന്നത്. അല്ലാതെ ഇതൊരു കോമഡി ആയിട്ടോ തമാശയായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. തമാശയായിട്ട് ഫീൽ ചെയ്യും. എങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഇങ്ങനെ തട്ടിപ്പറിച്ച് കഴിക്കുക, അങ്ങനെ ചെയ്യുക, അതെല്ലാം തമാശ തന്നെയാണ്. പക്ഷേ ഇത് ഈ മെഞ്ഞാന്നേ ഉള്ള ഒരു ഇതിൽ കണ്ടായിരുന്നു നമ്മൾ, നമ്മുടെ ഷാനവാസ് ചെന്ന് തട്ടി ഇത്, പക്ഷേ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗെയിമില് നെവിനാണ് തട്ടിക്കളയുന്നത്. എന്നിട്ട് അത് ഷാനവാസിന് ഇല്ലേ, നെവിൻ ആണ് ആ സാധനത്തിനെ തട്ടിക്കളയുന്നതെല്ലാം. പക്ഷെ ഷാനവാസിന്റെ കൈ അപ്പോഴാണ് അത് തെറിച്ച് പോകുന്നത്. അപ്പൊ നെവിൻ കാണിക്കുന്ന കള്ളക്കളികൾ ബിഗ് ബോസ് കാണട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് തീർച്ചയായും കണ്ണ് തുറന്ന് കാണുക. ചിലയിടത്ത് മങ്ങലുണ്ടാവുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിന്. ദയവ് ചെയ്ത് അത്തരം മങ്ങലുകൾ ഉണ്ടാകാതെ കളി കറക്റ്റാ കണ്ട് അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് തിരുത്താനായിട്ട് നോക്കുക. ആരെയും ഫേവറൈസും ചെയ്യാതെ. അങ്ങനെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തവണത്തെ വൈൽഡ് കാർഡ്സ് കമ്മിങ് ടു നമ്മുടെ പോയിന്റിലോട്ട് വരികയാണെങ്കിൽ ഇത്തവണത്തെ വൈൽഡ് കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 പേര് വന്നതിലും 2 പേര് ദാ വന്നു ദേ പോയി കഴിഞ്ഞു. ഇനി 3 പേരാണ് ഉള്ളത്. അതിൽ സാബുവിന്റെ കാര്യം പറയണ്ട, ഉറപ്പിച്ചു പോവും. ഇനിയിപ്പോ ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് കണ്ടത്, ഇനിയിപ്പോ 1ാമത്തെ സീസണില് സാബു വീണ്ടും വന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രേക്ഷകര് വോട്ടിട്ട് കൊടുക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് ചിലര് പറയുന്നുണ്ട്. ബിഗ് ബോസ് നല്ല കുരുപ്പാണ് കേട്ടോ. കാരണം നല്ലത് ഓരോരുത്തർക്ക് യോജിക്കുന്ന കുറെ സീനുകൾ കൊടുക്കുന്നുണ്ട്. രേണുസുതി ആവുന്നോന്ന് എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് ചേച്ചി. കാരണം ഒരു ക്യാമറയിലും പതിയാതെ അതിന്റെ അകത്ത് അവ ഇങ്ങനെ പറയുന്നുണ്ട്. ജോക്കർ ഇങ്ങനെ കൈ എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണെങ്കിൽ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന്. അതിൽ എന്നിട്ട് എല്ലാവരും പറയുന്നത് നിന്റെ ബാറ്ററി വീക്ക് ആയോ എന്ന്. കാരണം നോ മൂവ്മെന്റ്സ്. ഇനി ബാക്കിയുള്ളത് ലക്ഷ്മിയും ജിഷിനുമാണ്. അതിലെ ലക്ഷ്മിയുടെ കാര്യം ഏറെക്കുറെ ഒരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് പഠിക്കൂല എന്നുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. എന്നെ തല്ലല്ല അമ്മാവ ഞാൻ നന്നാവില്ല എന്നൊരു ക്യാരക്ടറാണ്. ദാർഷ്ട്യത്തോടെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. എന്തായാലും പോകെ പോകെ പുള്ളിക്കാരുടെ ആ ഒരു മൈൻഡ് സെറ്റ് പേഴ്സണലി ചേഞ്ച് ആവട്ടെ. അതെ ചേഞ്ച് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജിഷിനും അതുപോലെ മേ ബി നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളുകൂടെ ഒരാൾക്കേ ഉള്ളൂ കപ്പ് കിട്ടുന്നത്. അത് ആരാണെന്ന് അവർ തീരുമാനിക്കട്ടെ. നല്ലൊരു ഗെയിമർ വരട്ടെ എന്നുള്ളതാണ്. ഒരിക്കലും ഫേക്കിന് കൊടുക്കാണ്ട് നല്ലൊരു ഗെയിമറിന് ബിഗ് ബോസ് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാൻ പറ്റുന്നത്. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതെ, റിയാസ് സലീം എത്തുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്ത് തന്നെയായിരുന്നാലും ഒരു പുതിയൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പുതിയൊരു ചർച്ചയുമായി വരേക്കും ബൈ.